അദ്ദേഹവും SFIയുടെ നേതൃത്വവും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, MSF കാലിക്കറ്റിലും കണ്ണൂരിലൊക്കെ ജയിച്ചത് തട്ടിൻപുറത്തുള്ള അറബിക് കോളേജുകളെ UUC-മാരെ ആക്കിയിട്ടാണ് എന്നൊരു വലിയ പരാമർശം നടത്തി. എഴുതി വാങ്ങിയ UUC-മാരാണ് തട്ടിൻപുറത്തുള്ള UUC-മാരിൽ നിന്ന് UUC-മാരെ കൊണ്ടാണ് MSF ജയിച്ചത് എന്നാണ്. അതും അറബിക് കോളേജിലെ UUC-മാരെ കൊണ്ട് എന്നാണ്. അങ്ങേയറ്റം വംശീയ വെറി പുറത്തു ചാടുന്ന ഒരു പരാമർശമാണ് SFIയുടെ നേതൃത്വവും CPM-ന്റെ നേതൃത്വവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറബിക് കോളേജുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിയമാനുസൃതമായി സർവകലാശാലയുടെ ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായി ഉണ്ടാക്കപ്പെട്ട കോളേജുകളും അതിന്റെ സിലബസുകൾ കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിക്കപ്പെടുകയും കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അറബിക് കോളേജുകളായി എന്നതിന്റെ പേരിൽ അവിടെ തട്ടിൻപുറത്തുള്ള ഏതൊക്കെയോ കോളേജുകളാണെന്നും അവിടുന്ന് അത് എഴുതി വാങ്ങുകയാണെന്നും അത് MSF എഴുതി വാങ്ങുന്നത് വർഗീയതയാണ് എന്നും പറയുന്നത് SFIയുടെ നേതാക്കന്മാരുടെ അകത്തുള്ള വംശീയ വെറിയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ചില അറബിക് കോളേജുകളുടെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. ഒന്ന്, ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ അറിയാം. ഇത് സുല്ലമുസ്സലാം അറബിക് കോളേജിന്റെ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ അറബിക് മാത്രമല്ല ഈ കോളേജിലൊന്നും പഠിപ്പിക്കുന്നത്. SFIയുടെ നേതാക്കന്മാർ എന്താണ് ഇത്ര വലിയ മണ്ടത്തരം വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ആ വെബ്സൈറ്റ് പരിശോധിക്കാം. അവിടെ എക്കണോമിക്സ് ഉണ്ട്, അവിടെ BA ഇംഗ്ലീഷ് ഉണ്ട്, അവിടെ മലയാളം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അറബിക് കോളേജുകൾ എന്ന് പറഞ്ഞാൽ അറബി മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്നാണ് ഈ സാധുക്കൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, രണ്ടാമത്തെ ഒരു കോളേജ് അത് അൻസാർ അറബിക് കോളേജാണ്. ഇത് എയ്ഡഡ് കോളേജാണ്, അൺഎയ്ഡഡ് കോളേജല്ല, എയ്ഡഡ് കോളേജാണ് അൻസാർ അറബിക് കോളേജ്. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ ഓൺലൈനിൽ പരിശോധിച്ചാൽ അറിയാം. അവിടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലിറ്ററേച്ചർ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അറബിക് കോളേജുകൾ അറബി മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഇവരെന്താണ് ഈ വിവരക്കേട് പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അവിടെ BCom പഠിപ്പിക്കുന്നുണ്ട്, അവിടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കോഴ്സുകളൊക്കെ അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇനി അറബിക് കോളേജിൽ മുസ്ലിം കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ CPM-ന്റെയോ SFIയുടെയോ നേതാക്കന്മാർക്കുണ്ടെങ്കിൽ അവരെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അറബിക് കോളേജുകളുടെ വരാന്തകളിലേക്ക് ഒന്ന് പോകണം. അവിടെ മുസ്ലിം സഹോദരങ്ങളല്ലാത്ത മറ്റു സഹോദര മതസ്ഥയിൽപ്പെട്ട ആളുകളും അവിടെ BCom-ഉം BA-യും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഒക്കെ പഠിക്കാൻ അവിടെ വരുന്നുണ്ട് എന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ സംസ്കൃത സർവകലാശാലയുണ്ട്. സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃതം മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്നാണോ SFIക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്? SFIയുടെ നേതൃത്വം അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? സംസ്കൃത സർവകലാശാലക്കകത്ത് MA അറബിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങൾ അവിടേക്കൊന്ന് പോയി പരിശോധിക്കണം. അവിടെ MA അറബിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ സംസ്കൃതം മാത്രമാണ് പഠിപ്പിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് SFIക്കാർ നിൽക്കരുത്. നമുക്കറിയാം, തിരൂർ തുഞ്ചംപറമ്പിലാണ് മലയാളം സർവകലാശാല ഉള്ളത്. അവിടെ മലയാളം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്ന് ദയവ് ചെയ്ത് SFI നേതൃത്വം വിചാരിക്കരുത്. അവിടെ MA ഹിസ്റ്ററി ഉണ്ട്, MA സോഷ്യോളജി ഉണ്ട്, MA ജേർണലിസം ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അറബിക് കോളേജിൽ അറബി മാത്രം പഠിപ്പിക്കുന്ന തട്ടിൻപുറത്തെ സ്ഥാപനങ്ങളാണ്, അവിടെ വർഗീയതയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് SFI നേതാക്കന്മാരുടെ അങ്ങേയറ്റം വംശീയമായ പരാമർശമാണ് എന്ന് പറയാൻ, വംശീയമായ അവരുടെ വെറിയാണ് പുറത്തു വന്നത് എന്ന് പറയാൻ ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്താൻ. മറ്റൊന്നിപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ ജയിച്ചതൊക്കെ ഈ പറഞ്ഞ അറബിക് കോളേജുകൾ എഴുതി വാങ്ങിയ UUC-മാർ, SFI ജയിച്ചതൊക്കെ ഗവൺമെന്റ് കോളേജുകൾ എന്നൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങളത് ഫാക്ട് ചെക്ക് ചെയ്യാൻ റെഡിയാണ്. നമുക്കത് പരിശോധിക്കാം. SFIയുടെ നേതൃത്വത്തെ ഞങ്ങൾ വെല്ലുവിളിക്കാൻ ഏതെല്ലാം ഗവൺമെന്റ് കോളേജുകളിൽ ഞങ്ങൾ ജയിച്ചു, നിങ്ങൾ ജയിച്ചു, നമുക്ക് പരിശോധിക്കാലോ. കാസർഗോഡ് ജില്ല ഒരു തലക്കെന്ന് ആരംഭിക്കാം. 8 ജില്ല കണ്ണൂർ കാലിക്കറ്റിന്റെ കീഴിലാണ്. കാസർഗോഡ് ജില്ലയിൽ LBS ഉൾപ്പെടെ 6 ഗവൺമെന്റ് കോളേജുകളാണുള്ളത്. അതിൽ 3 ഗവൺമെന്റ് കോളേജും ഭരിക്കുന്നത് MSF മുന്നണിയോ ആണ്. ഞങ്ങൾ അറബിക് കോളേജുകളിൽ നല്ല സഖാവേ വരുന്നത്. അവിടുന്ന് മാത്രമല്ല, ഞങ്ങൾ ഗവൺമെന്റ് കോളേജുകളിൽ നിന്നും വിജയിച്ചിട്ടാണ് ഈ 2 സർവകലാശാലകളിലും വലിയ വിജയം ഉണ്ടാക്കിയത്. കാസർഗോഡ് ജില്ലയിൽ 6 ഗവൺമെന്റ് കോളേജുകളാണ് ആകെ ഉള്ളതെങ്കിൽ അതിൽ 3 എണ്ണം ഭരിക്കുന്നതും MSF മുന്നണിയാണ്. അദ്ദേഹത്തിന് രണ്ടാമത്തെ ഒരു പരാമർശമുണ്ട്, 50 or 100 കുട്ടികളുള്ള കോളേജിൽ നിന്നാണ് MSFന്റെ UUC-മാർ ജയിച്ചു വരുന്നത്. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ കോളേജ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ്. ആ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ചെയർമാന്റെ പേര് ഗസ്വാൻ എന്നാണ്, MSFന്റെ ഭാരവാഹിയാണ്. ഞങ്ങളെ കാസർഗോഡ് ജില്ലയിലെ SFIയുടെ നേതാക്കന്മാരെ വെല്ലുവിളിക്കാൻ, കാസർഗോഡ് ജില്ലയിൽ 6 ഗവൺമെന്റ് കോളേജിൽ 3 ഗവൺമെന്റ് കോളേജിന് നേതൃത്വം കൊടുക്കുന്ന 3 ഗവൺമെന്റ് കോളേജിന്റെയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് MSF എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് കോളേജ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത് ഗസ്വാൻ എന്ന് പറയുന്ന MSFകാരനാണ്. ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ ആകെയുള്ള 4 ഗവൺമെന്റ് കോളേജാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് കോളേജ് നിങ്ങൾക്കറിയാം, കണ്ണൂർ ഹൃദയത്തിലുള്ള കൃഷ്ണമേനോൻ വുമൻസ് ഗവൺമെന്റ് കോളേജാണ്. അതാണ് കണ്ണൂരിന്റെ ഹൃദയം. കണ്ണൂർ കോളേജിന്റെ മുഖം എന്ന് പറയുന്നത് കണ്ണൂരിലെ ഗവൺമെന്റ് വുമൻസ് കോളേജാണ്. ആ ഗവൺമെന്റ് വുമൻസ് കോളേജിന്റെ ചെയർപേഴ്സന്റെ പേര് ഷാനിബ എന്നാണ്, MSFകാരിയാണ്. ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നാടാണല്ലോ കണ്ണൂർ. നിങ്ങൾ നിൽക്കുന്ന കണ്ണൂർ സിറ്റിയിലെ കണ്ണൂരിലെ ക്യാമ്പസുകളുടെ പേര് പറയുമ്പോൾ ഏത് മാധ്യമ പ്രവർത്തകനും ആദ്യം പറയുന്ന പേര് കണ്ണൂർ കൃഷ്ണമേനോൻ വുമൻസ് കോളേജ് ആണെങ്കിൽ അതിന്റെ ചെയർപേഴ്സൺ MSFകാരിയായ ഷാനിബയാണ്.
നിങ്ങൾ ഞങ്ങളോടാണോ എത്ര ഗവൺമെന്റ് കോളേജ് കണക്ക് ചോദിക്കുന്നത്?